നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വലിയ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു വലിയ മേജർ ചേഞ്ചിന് കേരളം വിധേയമാകണം. ഇല്ല ഈ സംസ്ഥാനം ഉണ്ടാവില്ല. ഇപ്പം തന്നെ പല ഇൻഡിക്കേറ്റേഴ്സും ദേശീയതലത്തിൽ കേരളം പുറയിലേക്ക് പോവാം പല കാര്യങ്ങളിലും. ഇപ്പോൾ GDP കോൺട്രിബ്യൂഷൻ, നമ്മുടെ കേരളത്തിൻ്റെ ഷെയർ സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണ്, വലുതാകുന്നില്ല, വർദ്ധിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളും വർദ്ധിക്കുകയാണ്, നമ്മൾ വളരെ മോശമാണ്. ഇപ്പോൾ വിലക്കയറ്റം, ഇന്ത്യയിൽ കഴിഞ്ഞ 10 മാസമായിട്ട് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളം. ഇപ്പം എന്താ പ്രശ്നം? ഞാൻ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്ന ആളാണ്. മാറുന്നില്ല. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഇല്ല. മാർക്കറ്റിൽ ഇടപെടണം ഗവൺമെൻറ്. മാർക്കറ്റിൽ 2 തരത്തിലുള്ള വിലക്കയറ്റം ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒന്ന് സ്വാഭാവികമായ വിലക്കയറ്റം വരും, ചിലപ്പോൾ സാധനങ്ങളുടെ സ്കേഴ്സിറ്റിയൊക്കെ വരുമ്പോൾ. 2 ആർട്ടിഫിഷ്യലായിട്ട് വരും. ഈ കച്ചവടക്കാരും ഇടനിലക്കാരും കൂടി ഇല്ലാത്ത വിലക്കയറ്റം ഉണ്ടാകും. അപ്പം ഗവൺമെൻറ് കീനായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏത് ഐറ്റത്തിനാണ് വില കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇടപെട്ട് അത് സബ്സിഡൈസ് ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ സപ്ലൈക്കോ മറ്റേ മാവേലി സ്റ്റോറി ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്, വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിരുന്നത്. പക്ഷെ ഇവരുടെ ഈ പൈസയില്ല. ഇവർ 2100 കോടി രൂപ സപ്ലൈക്കോയ്ക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ സപ്ലൈക്കോയ്ക്ക് എഫിഷ്യൻ്റായിട്ട് അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായ? അതാണ് സിറ്റുവേഷൻ. അങ്ങനെ ഓരോ കാര്യത്തിലും ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടത് സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ കാര്യം ഗുഡ് ഗവേണൻസാണ്. ഒരു സദ്ഭരണം നൽകണം. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് ഒന്ന്. അതായിരിക്കണം നമ്മുടെ എയിം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും? ആദ്യം ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റിൻ്റെ പ്രയോറിറ്റീസ് എന്താണെന്ന് അത് നമ്മൾ തീരുമാനിക്കണം. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം, ഇതെല്ലാം നോക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, പ്രത്യേകതകൾ എന്താ, കേരളത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഇത് രണ്ടും നമ്മൾക്കല്ലേ. ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും? നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ, പ്രൈവറ്റും ഗവൺമെൻറ്റും കുറേ കൂടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ ഹെൽത്ത് ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി കേരളത്തെ മാറ്റാം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ നല്ല ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രംഗത്ത് നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ കോഴ്സസ് മുഴുവൻ ഔട്ട്ഡേറ്റഡ്. അതാണ് പിള്ളേർ പുറത്തേക്ക് പോകുന്നത്. ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് നമുക്ക് തടയാം. പുറത്തുനിന്ന് കുട്ടികൾ ഇവിടേക്ക് പഠിക്കാൻ വരുന്നു പറയാം. അതിന്